വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ചൊന്ന് ദേഷ്യത്തിലാണ് കേട്ടോ. വേറൊന്നുമല്ല, നമുക്ക് ഒന്നുമല്ല രണ്ടല്ല 2-3 പ്രാവശ്യമായി ഞാൻ ഇത് കേൾക്കുന്നത്. നിങ്ങളൊക്കെ തമ്മിൽ കണ്ട പോലെ തന്നെ നിങ്ങളത് കണ്ടില്ലേ, ആ കമൻറ്റ് എനിക്ക് വന്ന കമൻറ്റാണ്. അപ്പോൾ ഞാൻ ഇത്ര ദിവസം ഞാൻ ഇതുവരെ നിങ്ങളോട് ഇങ്ങനെ പ്രതികരിച്ചിട്ടില്ലല്ലോ, ഒരു ബാഡ് കമൻറ്റിനെ കുറിച്ച് ഞാൻ പ്രതികരിച്ചിട്ടില്ല. പിന്നെ ഇത് പറഞ്ഞതന്നെ കേൾക്കുമ്പോൾ ഇപ്പോൾ ഇവരെന്താണ്, ഇവരുടെ വിചാരമൊക്കെ എന്താണ്. അപ്പോൾ ഞാൻ ബാഡ് കമൻറ്റ് ഇടുന്നവരിനോടാട്ടോ ഞാൻ പറയുന്നത്. നമ്മൾ നല്ലപോലെ മാന്യമായിട്ട് വീഡിയോ ചെയ്ത് ജീവിച്ച് പോണവരിനെ ഇങ്ങനെ പറഞ്ഞാൽ, അപ്പോൾ എനിക്ക് തോന്നുന്നത് ഫേക്ക് ഐഡിയിൽ നിന്ന് വന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ പേര് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഫാത്തിമ എന്നാണ്, എന്താണ് ഫാത്തിമ. പിന്നെ വേറൊരു അതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത് ബഷീർ എന്നാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഫേക്ക് ഐഡിയാന്ന് തോന്നുന്നു. പേര് മാറ്റിയിട്ട് ഇവർ ഇടുകയെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞാനപ്പോൾ അത് സ്ക്രീൻഷോട്ട് എടുത്ത് ഇത് നിങ്ങൾക്കും കൂടി അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ തെളിവ് സാധനം ഞാൻ എന്തായാലും ഇവിടെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഇട്ടത്. അപ്പോൾ നിങ്ങൾ എന്നാലും ഒരു എന്താ പറയുക, എന്തിനും ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ പഠിച്ചതേ പാടൂ എന്ന് പറഞ്ഞ പോലെ ഇവൻ്റെ വീട്ടിലൊക്കെ ഇവർ ഇങ്ങനെ വിളിച്ചിട്ട് ശീലിച്ച് നടക്കുന്ന ആൾക്കാരായിരിക്കും. എനിക്ക് അങ്ങനെ തോന്നിയത് കേട്ടോ വിളി കേട്ടപ്പോൾ. ഇവനെ പോലെ നമ്മൾക്ക് വിളിക്കാനേ അറിയാണ്ടല്ല, നമ്മളിതിൽ ഗതി കെട്ടത് വിളിച്ച് പിന്നെ നാട്ടിക്കാനേ അറിയാണ്ടല്ല. കാരണം എന്താ പറയുക, അവർ പറയണ പോലെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവരെന്താ വ്യത്യാസം? നമുക്ക് പറയാനേ അറിയാണ്ടോ പ്രതികരിക്കാനേ അറിയാണ്ടോ എന്നല്ല. പറയുന്നവർക്ക് ഇന്നലെയും നാളെ പടച്ചോൻ കൊടുത്തോളും. ഇതിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവൻ്റെ ആട്ടത്തിന് നമ്മളെ കിട്ടുന്നില്ല. അപ്പോൾ അവർക്കൊരു ക്രിമികടി, അതാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം. അതാണ് ഇവർ പറയണ പോലെ ആടാൻ നമ്മളെപ്പോലുള്ളവരെ കിട്ടില്ല. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ക്രിമികടി. അതിന് എൻ്റെ കയ്യിൽ നല്ല പണിയുണ്ട്. ഇങ്ങോട്ട് വന്നാൽ ഞാൻ ക്രിമികടി മാറ്റി കൊടുക്കാം ഇവൻ്റെയൊക്കെ. കാരണം എന്താ പറഞ്ഞാൽ ഞാൻ ഇത് പ്രതികരിക്കണില്ല എന്ന് തന്നെ വിചാരിച്ചിട്ട് ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് 2-3 വട്ടം എനിക്ക് ഇങ്ങനെ അനുഭവം വന്നപ്പോൾ എനിക്ക് നിങ്ങളും കൂടി ഇത് അറിയണമല്ലോ. അത് അറിയാത്തവരുണ്ട്. അപ്പോൾ ആ സമയത്ത് അറിഞ്ഞവരുണ്ട്. അപ്പോൾ അറിയാത്തവരും കൂടി അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ക്ഷമിക്കണതിനൊരു അതിരില്ലേ. ക്ഷമ പാളം തെറ്റുമ്പോഴേ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ഇതെല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിലേക്ക് വന്നത്. എന്നാലും പിന്നെ നമുക്ക് വെറുതെ വിടാൻ പറ്റുമോ? ഒരിക്കൽ നമ്മൾ മറുപടി കൊടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇതിലും ഗതികെട്ട വാക്ക് നമുക്ക് പറയാൻ. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ എന്താ പറയുക, കൊലടിച്ച് അങ്ങനെ ജീവിക്കണവരായിരിക്കും എന്നാണ് എനിക്ക് പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ അങ്ങനെ ജീവിക്കണ ആൾക്കാരായിരിക്കും. അതാണ് ഇവൻ്റെയൊക്കെ സൂക്കേട്. ഇവൻ്റെ സൂക്കേടിന് നല്ല ഇങ്ങോട്ട് വന്ന ക്രിമിനടി നല്ല മാറ്റി കൊടുക്കുക. നമ്മൾ നല്ല നീറ്റായിട്ട് നമ്മുടെ ഡെയിലി ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഇഷ്ടമുണ്ടെങ്കിൽ നല്ല മനസ്സുണ്ടെങ്കിൽ വന്ന് കാണുക, വീഡിയോ കാണുക, ലൈക്ക് ഇടുക, കമൻറ്റ് ഇടുക, നിങ്ങളുടെ എന്താണ് അഭിപ്രായം അത് ഇടുക. അതോടെ പോയിക്കളയണം. അത് വന്നിട്ട് ബാക്കിയുള്ള വീട്ടിൽ വിളിക്കണത് പുറത്ത് വിളിക്കപ്പോൾ ഇവർ പുറത്ത് ഇങ്ങനെയാണെങ്കിൽ വീട്ടിൻ്റെ അകത്ത് എന്തായിരിക്കും അവസ്ഥ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇത്രയും വലിയൊരു ഇത് പറയണമെങ്കിൽ വാക്ക് ഞാൻ മക്കളുള്ള കാരണം മക്കളുടെ ഇടയിൽ പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ആ വാക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കളും അത് പഠിക്കും കേട്ടിട്ട് അല്ലേ. അപ്പോൾ ഒന്നാമത്തത് നമ്മൾ കുടുംബത്തിൽ പല പല പ്രശ്നങ്ങളുണ്ട്. ഞാനായിട്ട് ഒന്നിനും പോകില്ല. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ വിടൂല്ല. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് നിങ്ങളോടിത് പറയണമെന്ന്, നമ്മുടെ എന്താ പറയുക, നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ഫാമിലികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തിനിങ്ങനെ ചൊറിപ്പുഴുവുകളെ പോലെ ഇങ്ങനെ ഇടയിൽ ഓരോ പുഴുക്കൾ വരുന്നത് എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. നമ്മൾ നമ്മുടെ പാടേ വിധിയെ ആരിനോടും ഒന്നും ചോദിക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ ഫാമിലി വ്ളോഗ് ചെയ്തിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. അതൊന്നിപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഒരു തുച്ഛമായ വരുമാനം തന്നെ കിട്ടുള്ളൂ. അപ്പോൾ അതെങ്കിലും അത് കിട്ടിയാൽ നമുക്കൊരു എന്താ പറയുക സഹായം ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതിനും വിടാത്ത ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? നല്ലപോലെ ജീവിക്കുന്നത് ആർക്കും കണ്ടുകൂടാം. കുറ്റം പറയാനും കുറവ് പറയാനും ഒക്കത്തിനും ആൾക്കാരുള്ളൂ. എന്നാൽ ഹെൽപ്പ് ചെയ്യാനോ നല്ലത് പറയാനോ സഹായിക്കാനോ ആൾക്കാരില്ല. ഒരാളുടെ കുറവ് ഏതിലോ കാണുന്നത് പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാരുള്ളൂ. ഞാൻ ആരെയും ദ്രോഹിക്കാൻ പോയിട്ടില്ല കേട്ടോ. എന്നെ ചെയ്യണവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ പടച്ചോൻ കൊടുക്കും. അതുപോലെ കൊടുക്കണമുണ്ട്. പക്ഷെ അത് തിരിച്ചറിയാൻ കഴിവില്ലാത്ത ആൾക്കാരാണ് പലരും. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് അതാണ്. എന്തായാലും ഞാൻ ഒരുപാട് നീട്ടണില്ല. എനിക്കിതിലും വലിയ തെറികൾ പറയാൻ അറിയാണ്ടല്ല കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരും നമ്മൾ വ്യത്യാസം ഇല്ലാണ്ട് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും പറയുന്നവർക്ക് ഇന്നലെയും നാളെ പടച്ചോൻ പ്രതിഫലം കൊടുത്തോളും. നമ്മൾ 4 മക്കളും ആകെ വാടക വീടാണ്. ഒരാളുടെ വരുമാനം കൊണ്ടാണ് നമ്മുടെ ജീവിതം
ആരാ പറഞ്ഞ പോലെയാണ് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഇടയിൽ ഓരോ കൃമികൾ വന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈവ് ഇഷ്ടമുണ്ടെങ്കിൽ കാണുക. ഞാനിപ്പോൾ അത് ആദ്യത്തെ പോലെ ലൈവ് ഇടുന്നില്ല കേട്ടോ, ലൈവ് കുറവായിട്ട് ഇടുന്നത്. അപ്പോൾ ഇങ്ങനെ 2-3 വട്ടം ഇങ്ങനെ ഇതായപ്പോൾ എനിക്ക് പ്രതികരിക്കണം എന്നൊന്ന് തോന്നിപ്പോയി. ആരായാലും 10 വട്ടം കടിക്കുമ്പോൾ 1 വട്ടം പ്രതികരിക്കാണ്ടിരിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു പോയതാട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ സ്നേഹിക്കണവർക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. നമ്മൾ എന്തായാലും അവർ ഈ വീഡിയോ കാണും, ഉറപ്പായിട്ടും കാണാണ്ടൊന്നും ഇരിക്കില്ല. എന്തായാലും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കാണാണ്ട് പോകില്ലല്ലോ. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞതൊക്കെ. അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് നമ്മുടെ ഫാമിലികളുണ്ട്. അപ്പോൾ അവരോടൊന്നും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, പിന്നെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. അപ്പം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഇനിയും വേണം. നമ്മൾ എന്താ പറയുക, ഇങ്ങനെയെങ്കിലും നമ്മളൊന്ന് ഉയരങ്ങളിൽ എത്തട്ടെ. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് വരുമാനം കിട്ടുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ ഭർത്താക്കന്മാരെ നമുക്ക് സഹായിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ മക്കളുടെ പഠിപ്പും, പിന്നെ ഫാത്തിമ കുട്ടിക്ക് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, അവൾക്ക് മരുന്ന് കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതിനെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ നമ്മളിങ്ങനെ 4 വർഷമായി നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും അതിനുള്ള പ്രതിഫലം അള്ളാഹ് തരും എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് നമ്മൾ ഇതിന് മുന്നോട്ട് ഇറങ്ങി വന്നത്. എന്തായാലും കൃമി കടിക്കണവർക്ക് ഇങ്ങോട്ട് വന്നാൽ ഞാൻ കൃമി കടി മാറ്റിക്കൊടുക്കും, ഉറപ്പായിട്ടും മാറ്റിക്കൊടുക്കും. അപ്പം നിങ്ങളും സാക്ഷി വേണമല്ലോ. ഞാൻ പറയണതിന് നിങ്ങളെല്ലാം, എൻ്റെ ഫാമിലി എല്ലാവരും എനിക്ക് സാക്ഷി വേണം. അപ്പോൾ അത് ഒരിക്കലെങ്കിലും 10 വട്ടം കടിക്കുമ്പോൾ ഒരിക്കലും തിരിച്ചടിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രതികരിക്കാൻ വന്നതാണ് കേട്ടോ. അങ്ങനെ ഇങ്ങനെയൊന്നും നമ്മൾ ആനോട് ഒന്നിനും പോകില്ല, അങ്ങനത്തെ ആളുമല്ല. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വിടൂല. ഞാൻ ആൻ്റെ ഒരു ഇതിലും ദ്രോഹിക്കാൻ ആനൊന്നിനും പോകില്ല. ഇങ്ങോട്ട് വരിക എന്നല്ലാണ്ട് നമ്മൾ ആർക്കും ഒരു ദ്രോഹം അങ്ങോട്ട് ചെയ്യാൻ പോകില്ല. എല്ലാം പടച്ചോനിക്കറിയും. അപ്പോൾ എന്തായാലും നമ്മളെപ്പോലുള്ളവരെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ എന്തെങ്കിലും നാളെ അത് അവർക്ക് കിട്ടും. നമ്മൾ കുറച്ച് ഇടങ്ങറാവുന്നല്ലേ ഉള്ളൂ. അതിനുള്ള പ്രതിഫലം പഠിച്ചോൻ കൊടുത്തു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.